പക്ഷെ എന്തൊക്കെ രാജ്യത്ത് നടന്നാലും, എന്തൊക്കെ ഭരണാധികാരികൾ എന്തൊക്കെ വന്നാലും, ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന് ചില കാഴ്ചപ്പാടുകൾ ആവശ്യമാണ്, ചില ബോധവൽക്കരണങ്ങൾ ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും മതാടിസ്ഥാനത്തിൽ വിഭജിച്ച് ഒരു പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഇപ്പോഴും ചർച്ചകൾ സജീവമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്തത്. ഇതൊരു കേവല മുസ്ലിമിന്റെ പ്രശ്നമല്ല, ഇതൊരു ഫാസിസ്റ്റ് അജണ്ടയാണെന്ന് തിരിച്ചറിഞ്ഞ് മുഴുവൻ ആളുകളും ഇത് രാജ്യത്തിന്റെ പ്രശ്നമായി കണ്ട് വലിയ പ്രതീക്ഷയോടെ പുറത്തു വരികയാണ്. ഒരു മുസ്ലിങ്ങളെ വിഷയമായിട്ടല്ല പോകുന്നത്, രാജ്യത്തിന് തന്നെ അതിൻ്റെ ഭരണഘടനയ്ക്കും നീതിക്കും എതിനായുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇവിടെയും മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഒരു ജനാധിപത്യ മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന മതരാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിനെതിരായി കൊണ്ടിയെടുക്കുന്ന പക്വമായ തീരുമാനങ്ങൾ എന്താണെങ്കിലും അതിനെ ശക്തമായി പിന്തുണക്കുകയും പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ അണിനിരക്കലും ഈ സമയത്തൊരു മുസ്ലിമിന് ബാധ്യതയാണ്. അത് ചെയ്യാൻ വേണ്ടി വേറൊരു ഇറങ്ങി വരുമൊന്നുമില്ല. അതാണ് രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അതവനെ മനസ്സിലാക്കിയിട്ട് ഇടപെടണം. പ്രവാചകൻ പോലും പറഞ്ഞത് എന്താണ്? എൻ്റെ സമുദായത്തിലെ ഏറ്റവും നല്ലവന്മാരെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇറങ്ങി തിരിച്ച് അവർക്കിടയിൽ നിന്ന് ഇടപെടുന്നവനും പ്രവർത്തിക്കുന്നവനുമാണ്. ഇതൊരു വിഷയം രാഷ്ട്രീയ പ്രശ്നമല്ല, ഇതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുകയാണ്. അവൻ്റെ ഇബാദത്തിനെ, അവൻ്റെ ആരാധനാ സ്വാതന്ത്ര്യത്തെ, യാത്രാ സ്വാതന്ത്ര്യത്തെ എല്ലാം ബാധിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവനാണ് വിശ്വാസി. ഒരിക്കലും ആശങ്കയോടെ അവൻ കാണേണ്ടതില്ല, പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. നമ്മൾ പഠിച്ചവരാണ്, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നമ്മൾ പഠിച്ചവരാ. ഇത് വിശ്വാസികൾ മനസ്സിലാക്കണം, ഇതും ഒരു പരീക്ഷണം തന്നെയാണ്. രോഗങ്ങൾ മാത്രമല്ല, കടങ്ങൾ മാത്രമല്ല, ഞെരുക്കങ്ങൾ മാത്രമല്ല, ഇത്തരത്തിലും ചില പ്രശ്നങ്ങൾ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറഞ്ഞു. എന്തൊക്കെ തന്നെ ബാധിച്ചാലും മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു, ആർക്കെങ്കിലും അല്ലാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് യുസിബ് മിൻഹു, ചില കാര്യങ്ങൾ അല്ലാഹു അവനെ പരീക്ഷണത്തിന്റെ മുഖേന ബാധിപ്പിക്കും. എന്തെങ്കിലും ഒരു ഖൈർ പടച്ചോൻ ഒരാൾക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടോ അയാൾക്ക് ചില പരീക്ഷണങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ മനസ്സിലാക്കണം, ഇത്തരം പരീക്ഷണങ്ങൾ പല നിലക്ക് ജീവിതത്തിൽ വരുന്നു. ചിലപ്പോൾ നല്ല സുഖ സൗകര്യങ്ങളും ആനന്ദങ്ങളും ഒക്കെ നൽകിയിട്ടായിരിക്കാം, ചിലപ്പോൾ വിഷമങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നൽകിയിട്ടായിരിക്കാം. ചില സമയങ്ങളാണെങ്കിൽ ഇത് രണ്ടും ചേർത്തുകൊണ്ട് പടച്ചോൻ പരീക്ഷിക്കും. മറ്റു ചിലപ്പോ ഒരുപാട് സുഖങ്ങളിലും ആനന്ദങ്ങളിലുമായി നിൽക്കുന്ന ആളുകൾ പിന്നീട് ദുരിതങ്ങളിലേക്ക് തന്നുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ദുരിതങ്ങൾ നൽകിയിരുന്ന സമയം നോക്കിയിട്ട് മാറ്റിയിട്ട് സുഖങ്ങളെ നൽകിക്കൊണ്ട്, ഇങ്ങനൊക്കെ പടച്ചോൻ അവൻ എന്താ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ അവന് കൊടുക്കും. എന്ത് തന്നെ വന്നാലും ഒരു വിശ്വാസി മനസ്സിലാക്കാൻ വേണ്ടി അതാ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ആധികാരികമായി നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വാസികളെ, നമ്മൾ മറ്റുള്ളവരെ പോലെയാകല്ലേ, നമ്മൾ മറ്റുള്ള മനുഷ്യരെ പോലെയാവല്ലേ. വേറിട്ട് നിൽക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ട്. ഒരു ഈമാനുള്ളവരാണെങ്കിൽ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിർദ്ദേശം വെച്ചിട്ട് പറയാം. വിശ്വാസികൾ ഇത്തരം പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ അവൻ ചെയ്യേണ്ടുന്നത് തൗഹീദിൽ അടിയുറച്ച് മുന്നോട്ട് പോവലാണ് ഏറ്റവും പ്രധാനം. തൗഹീദല്ലാതെ നമ്മൾ വേറെ ഇതിനൊരു പരിഹാരമല്ല. അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അവൻ്റെ മാർഗമനുസരിച്ച് ശരിയായ രൂപത്തിൽ അള്ളാഹിനെ മനസ്സിലാക്കി ജീവിക്കലും മാത്രമേ പരിഹാരമുള്ളൂ. അതാണ് മുൻഗാമികളായിരുന്ന നമ്മുടെ നേതാക്കന്മാർ, ഷെയ്ഖുമാരൊക്കെ അവർ കൊടുക്കുന്ന വസിയത്ത്. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മളൊക്കെ പഠിച്ചവരാണ്. 6-ാം നൂറ്റാണ്ടിൽ മുജദ്ദിദായി സാമൂഹ്യ പരിഷ്കർത്താവായി ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ഷിയാക്കളൊക്കെ പല കെട്ടുകഥകളും മൗലൂദുകളും അത്തരത്തിലുള്ള ഇല്ലാക്കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരിയായ സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുർ റസാഖ് എന്ന മകനോട് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൊടുത്ത വസിയത്ത് എന്തെന്നറിയോ? പൊന്നുമോനെ, ബാപ്പാൻ്റെ ഒരു പക്ഷേ മരണത്തിൻ്റെ സമയമാണ്, എനിക്ക് നിന്നോട് ചില വസിയത്ത് പറയാനുണ്ട്. അതിപ്പോ പറയേണ്ട, ഇപ്പൊ നമ്മൾ കേൾക്കേണ്ട വസിയത്താണ്. വക്കിലിൽ ഹവായിജ കുല്ലഹാ ഇലല്ലാഹി അസ്സ വജല്ല. എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വരുമ്പോ നീ അള്ളാഹിനെ തവക്കുലാക്കണം. വാപ്പ മകന് കൊടുക്കണ ഉപദേശം.
ഇങ്ങനെ പേടിച്ചിരിക്കല്ലേ. നീ എന്ത് ചെയ്യ, അള്ളാഹുവിൽ ഒരു തവക്കുലുണ്ടാകുന്നവനായി മാറണം. വത്തുലുബ് മിൻഹു, അള്ളാഹുവിൽ നിന്ന് സഹായം നീ ചോദിക്കണം. അള്ളാഹിനോട് സഹായം ചോദിക്കണം. അള്ളാഹിനോട് സഹായം ചോദിക്കണം. വലാ തസിഖ് ബിഅഹദിൻ സിവല്ലാഹി അസ്സ വജല്ല, അള്ളാഹു അല്ലാത്ത ഒരു കേന്ദ്രങ്ങളെയും നീ ആശ്രയിക്കരുത്. നമ്മുടെ നാട്ടില് ഒരു വിദ്യാർത്ഥി പാമ്പ് കടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ പുരോഹിതന്മാരെല്ലാവരും കൂടി പറഞ്ഞു, റിഫായിമാല ഓതി കൊടുത്താൽ മതി, റിഫായിമാല ഓതിയാൽ മതി. അപ്പോഴും അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി പറയല്ല. മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറയുകയാണ്, നിനക്ക് എന്തൊക്കെ വിഷമം വന്നാലും അള്ളാഹു അല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് നീ സമീപിക്കല്ലേ. വലാ തഅ്തമിദ് ഇല്ലാ അലൈഹി തൗഹീദ്, തൗഹീദിനെയല്ലാതെ നീ മറ്റൊന്നിനെയും അവലംബിക്കല്ലേ, ആശ്രയിക്കല്ലേ. തൗഹീദാണ് പ്രധാനം.